കുഞ്ഞനും ചിന്നനും. കുഞ്ഞനും ചിന്നൻ കരടിയും വലിയ ചങ്ങാതിമാരാണ്. കുഞ്ഞന്റെയും ചിന്നൻ കരടിയുടെയും കൂട്ടുകാരനായിരുന്നു ചെമ്പൻ കുരങ്ങൻ. എന്നും രാവിലെ തുടങ്ങും അവരുടെ കളികൾ. ആദ്യം അവർ ഓടിത്തൊട്ട് കളിച്ചു. പിന്നെ അവർ സാറ്റ് കളിയായി. ഇനി നമുക്ക് സാറ്റ് കളിക്കാം. ആ ഞാൻ 20 വരെ എണ്ണാം. നീ പോയി ഒളിക്കണം. ശരി. 1 2 3 4 എവിടെ ഒളിക്കാനാ? 6 7 എവിടെ ഒളിച്ചാലും അവൻ എന്നെ കണ്ടുപിടിക്കല്ലോ. ആ ഈ പാറയുടെ മറവിൽ ഒളിച്ചിരിക്കാം. 19 20. ചിന്നൻ എവിടെ പോയി ഒളിച്ചിരിക്കുകയാ? കാണാനില്ലല്ലോ. ഇപ്പൊ ഞാൻ അവനെ കണ്ടുപിടിക്കും. ദേ അവനിരിക്കുന്നു. ഡാ ഇറങ്ങി വാടാ. നിന്നെ ഞാൻ കണ്ടു. അയ്യോ, ഈ കളി കൊള്ളില്ല. ഈ കളിയിൽ ഞാൻ തോറ്റു. ഇനി ഈ കളി വേണ്ട. നമുക്കിനി കള്ളനും പോലീസും കളിക്കാം. ശരി, എന്നാൽ നമുക്ക് കള്ളനും പോലീസും കളിക്കാം. ഞാൻ പോലീസ്, നീ കള്ളൻ. സമ്മതിച്ചു കുഞ്ഞാ. എന്നാ പിന്നെ നമുക്ക് കളിച്ചു തുടങ്ങാം. എന്തായി? അപ്പോ ഞാൻ ആദ്യം ഓടാം. കുഞ്ഞൻ പിറകെ വന്ന് എന്നെ പിടിക്കണം. ശരി, നീ ഓടിക്കോ. അങ്ങനെ അവർ രണ്ടുപേരും പലതരം കളികൾ കളിച്ചു. രണ്ടുപേരും തളർന്നു. എടാ ചിന്ന, നമ്മുടെ ചെമ്പനെ കാണാനില്ലല്ലോ. അവൻ എവിടെ പോയി? ഇന്ന് രാവിലെ അവൻ വരാമെന്ന് പറഞ്ഞിരുന്നതാ. അവൻ വന്നിരുന്നെങ്കിൽ അവന്റെ വണ്ടിയിൽ കയറി ഒന്ന് കറങ്ങി അടിക്കാമായിരുന്നു. ശരിയാ കുഞ്ഞാ, ഇവിടെ കിടന്ന് കളിച്ച് ഞാനും മടുത്തു. ആ ചെമ്പൻ വന്നിരുന്നെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് കറങ്ങി നടക്കാമായിരുന്നു. കൂടെ അവന്റെ കുറെ മണ്ടത്തരങ്ങളും കേൾക്കായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചെമ്പനെ കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ വരുന്നു നമ്മുടെ ചെമ്പൻ അവന്റെ വണ്ടിയുമായി. ചെമ്പൻ പാട്ടൊക്കെ പാടിയാണ് വണ്ടിയുമായി വരുന്നത്. എടാ, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? നിന്നെ കാത്ത് എത്ര നേരമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് അറിയാമോ? എന്റെ വണ്ടിന്ന് പഞ്ചറായിരുന്നു, അത് ശരിയാക്കാൻ പോയതാ. അവന്റെ ഒരു പൊട്ട വണ്ടി. എന്നാ നിങ്ങൾ പോയിക്കോ, എന്റെ പൊട്ട വണ്ടിയല്ലേ. അയ്യോ, പിണങ്ങല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ വണ്ടി ഇല്ലെങ്കിൽ എങ്ങനെയാ ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്? നിന്റെ വണ്ടിയും നിന്നെ പോലെ സുന്ദരനാ. എന്താ ചിന്ന നീ വെറുതെ ചിരിക്കുന്നത്? എന്നെ കളിയാക്കുവാ? ചുമ്മാ തിരിക്കു ചിന്ന. വരൂ, നമുക്ക് പോകാം. ഓക്കെ, നിങ്ങൾ കേറിക്കേ, നമുക്ക് പോകാം. അങ്ങനെ അവർ 3 പേരും യാത്ര തിരിച്ചു. നല്ല രസാ ഈ ചെമ്പന്റെ ഓട്ടോയിലെ യാത്ര.
എങ്ങനെയുണ്ട് എന്റെ വണ്ടി? അടിപൊളിയല്ലേ? അടിപൊളി തന്നെയാ യാത്ര. ചെമ്പന്റെ വണ്ടിയിലെ യാത്ര കുഞ്ഞിനും ചിന്നനും ഒരുപാട് ഇഷ്ടമായി. ചെമ്പൻ ചില നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ചിന്നൻ പറഞ്ഞു, ചെമ്പാ, നമുക്ക് വെറുതെ ഇരുന്നിങ്ങനെ യാത്ര ചെയ്യാതെ കടങ്കഥകൾ പറഞ്ഞു കളിച്ചാലോ? ഓക്കേ. ഇല്ലേ കുഞ്ഞാ? ആ, അത് കൊള്ളാം. നമ്മുടെ ചെമ്പന് എല്ലാ കടങ്കഥകളും അറിയാമായിരിക്കുമല്ലോ, അല്ലേ? അതെ. എന്നാ തുടങ്ങിക്കോ, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. ഞെട്ടില്ല വട്ടയില്ല എന്താണെന്ന് പറയാമോ? എനിക്കറിയാമായിരുന്നു, മറന്നുപോയല്ലോ. ഞാൻ പറഞ്ഞാലോ കുഞ്ഞാ? പപ്പടം ശരിയല്ലേ കുഞ്ഞാ? ശരിയാ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ ചോദിക്കാം. കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. അത് വളകളാണെന്നാ തോന്നുന്നു. വളകളല്ല, താക്കോൽ കൂട്ടം. ശരിയല്ലേ? ശരിയാണ്. എന്നാലേ ഇനി ഞാൻ ചോദിക്കാം. പെട്ടി പെട്ടി ചിങ്കാരപ്പെട്ടി, പെട്ടി തുറന്നാൽ വീണ മണക്കും കാട് മണക്കും. ഞാൻ പറയാം, ചക്കപ്പഴം. എനിക്കിവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ. കൂട്ടുകാരെ, കടങ്കഥ കളി നമുക്ക് മതിയാക്കാം. ബോറടിക്കുന്നു. നമുക്കിനി കുറച്ച് സുന്ദരമായ കഥകൾ കേട്ടാലോ? തീർച്ചയായും. ചിന്ന, നിനക്ക് നല്ല സുന്ദരമായ കഥകൾ അറിയാലോ? അറിയാം. പിന്നെ നമുക്ക് പറഞ്ഞതാ. ചെമ്പനും പറയണം കഥ, കേട്ടോ? എനിക്കറിയാവുന്ന കഥ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. എന്നാൽ ആ കഥ കേട്ടോളൂ. പണ്ടൊരു കാട്ടിൽ താമസിച്ചിരുന്ന ഒരു ആമയുടെയും കൊക്കിന്റെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടിൽ ഒരു ആമയും കൊക്കും താമസിച്ചിരുന്നു. അവർ വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആമയ്ക്ക് ഒരു വലിയ ആഗ്രഹം. ഓക്കെ, നിന്നെപ്പോലെ പറക്കാൻ എന്നെയും ഒന്ന് പഠിപ്പിക്കുമോ? എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ, നിന്നെപ്പോലെയൊക്കെ ഇങ്ങനെ പാറി പാറി നടക്കാൻ. ഇത് കേട്ട കൊക്ക് ആമയോട് പറഞ്ഞു, അയ്യോ, അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ കഴിവുകളാണുള്ളത്. ഇങ്ങോട്ട് നോക്കാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ട, മനസ്സിലായോ? നിന്റെ പാട്ടിന് നേരെ പോകാൻ നോക്ക്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ ആമ തയ്യാറായില്ല. ആമ കൊക്കിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അതൊന്നും സാരല്ലോടോ, നീ എന്നെയും കൂടെയൊക്കെ ഒന്ന് പറക്കാൻ പഠിപ്പിക്കേ. നീ എന്നെയും കൊണ്ടൊന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കടോ. ഈ നീലാകാശത്തിലേക്ക് ഞാനും ഒന്ന് പറക്കട്ടെ, പറന്ന് രസിക്കട്ടെ. ഒടുവിൽ ആമയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കൊക്ക് പറക്കാമെന്ന് സമ്മതിച്ചു. കൊക്ക് പറന്നുപോയി ഒരു കമ്പ് കൊത്തി എടുത്തുകൊണ്ടുവന്നു. എന്നാൽ പറക്കാൻ തയ്യാറായിക്കോ. നീ ഈ കമ്പിൽ പിടിക്കണം, കേട്ടോ? ഞാനതും കൊത്തി പറക്കാം. അങ്ങനെ നിനക്കും പറക്കാം. എന്നാ റെഡി ആയിക്കാം. ഇത് കേൾക്കേണ്ട താമസം ആമ സമ്മതം മൂളി. അതൊക്കെ ശരി, ഞാൻ കമ്പും കൊണ്ടിടിക്കുമ്പോ പറന്നോടാലോ എന്നോക്ക്. അങ്ങനെ കൊക്ക് അവനെയും കൊണ്ട് പറന്നുയർന്നു. അയ്യോ നോക്ക്, ഞാനിപ്പം താഴെ കേട്ടോ. ഓക്കെ, പിടിച്ചാൻ കിട്ടുന്നില്ല. അയ്യോ ഓക്കെ, പിടിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ പറന്ന് കുറേ ദൂരം ചെന്നപ്പോൾ ആമയ്ക്ക് കൈ വേദനിക്കാൻ തുടങ്ങി. ഓക്കെ, ഞാനിപ്പം താഴെ പോകുന്ന. അയ്യോ ഓക്കെ, ഇത് കേട്ട കൊക്ക് ഒന്നും ചെയ്യാനാകാതെ വേഗം താഴേക്ക് പറക്കാൻ തുടങ്ങി. താഴെ എത്താറായപ്പോഴേക്കും ആമ പിടിവിട്ട് താഴെ വീണു